ഹായ് ആദു സെറ്റ് ലൈഫ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വിശേഷം കർക്കിടകവാവാണ്. അപ്പം ഞാൻ കരുതി ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വിശേഷം അത് തന്നെ ആയിക്കോട്ടെ എന്ന് ആദ്യമേ തന്നെ ഈ ഒരു അമ്പലത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഈ ഒരു അമ്പലം പുരാതനമായ ഇരുവിച്ചിറ മഹാദേവ ക്ഷേത്രമാണ്. ഇതിൻ്റെ പഴക്കത്തെക്കുറിച്ച് വ്യക്തമായ കണക്കുകളില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ കരിങ്കൽ നിർമ്മിതമാണ്. താഴേക്കുടങ്ങും കരിങ്കല്ലാണ്. ഇങ്ങനെ അപൂർവ ക്ഷേത്രങ്ങളിലേ കണ്ടിട്ടുള്ളൂ. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഉമയമഹേശ്വരനായി, ഉപദേവത ഭദ്രകാളിയും സർപ്പവും രക്ഷസും എന്നീ പ്രതിഷ്ഠകളുമാണ് ഇവിടെയുള്ളത്. മൃത്യുഞ്ജയ ഹോമത്തിന് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഇരുവിച്ചിറ മഹാദേവ ക്ഷേത്രം. ഇന്നത്തെ ഒരു വിശേഷം കർക്കിടകവാവാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഈ ഒരു പൊതുവിൽ തന്നെ അമാവാസികൾ എല്ലാം തന്നെ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ളതാണ്. ദക്ഷിണായനം പിതൃക്കൾക്കും ഉത്തരായനം ദേവന്മാർക്കും ഉള്ളതാണ് എന്നാണ് ശാസ്ത്രം. ദക്ഷിണായനത്തിൽ മരിക്കുന്നവരാണ് പിതൃലോകത്തേക്ക് പോകുന്നത്. ഇതിൻ്റെ ആരംഭമാണ് കർക്കിടക മാസം. ഇതിൻ്റെ കറുത്ത പക്ഷത്തിൽ പിതൃക്കൾ ഉണരുന്നു. ഭൂമിയിലെ ഒരു മാസം അവർക്കൊരു ദിവസമാകുന്നു. ഇങ്ങനെ 12 മാസം 12 ദിവസമാകുന്നു. 12 ദിവസത്തിലൊരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുജനങ്ങൾ പിതൃക്കൾക്ക് അന്നം എത്തിച്ചു കൊടുക്കണം എന്നാണ് ശാസ്ത്രം. ഇതാണ് വാവുബലി. വാവുബലി മുടക്കുന്നവരോട് പിതൃക്കൾ കോപിക്കുന്നു. പിതൃക്കൾക്ക് ജലത്തിലൂടെയേ ഭക്ഷണം കഴിക്കാവൂ എന്നാണ് പറയുന്നത്. ആ സങ്കല്പത്തിലാണ് കർക്കിടക മാസത്തിൽ കറുത്ത വാവിന് ജലാശയത്തിൽ ദർപ്പണം ചെയ്യുന്നത്. ഓരോരുത്തരുടെയും ശരീരം മരിച്ചുപോയ പിതൃക്കളുടെ അടയാളങ്ങൾ പേർന്നതായിരിക്കും. നിങ്ങളുടെ ഭൗതിക ശരീരം മാനസികമായ പാരമ്പര്യത്തെ എത്രമേൽ ധിക്കരിച്ച് മുന്നേറാൻ മനുഷ്യന് കഴിയുമെങ്കിലും സ്വന്തം ശരീരത്തിൽ പതിഞ്ഞു പോയിരിക്കുന്ന പാരമ്പര്യ അടയാളങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ആർക്കും ആകില്ല. നമ്മുടെ ശരീരം നമുക്ക് പിന്നിലെ ഒരു വലിയ പാരമ്പര്യയുടെ ബാക്കിയാണ്. ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാകട്ടെ അവരുടെ ചെയ്തികളുടെ തുടർച്ചയോ പകരം വീട്ടിലോ ആണ്. ജനനം മരണം വീണ്ടും ജനനം മരണം എന്നിങ്ങനെ അമ്മയുടെ വയറിൽ നിന്നും ഓരോ തവണയും ജീവിതചക്രം ആരംഭിക്കുകയാണ്. ഭാരതീയമായ എല്ലാ ചിന്താ പദ്ധതിയുടെയും അടിസ്ഥാനവും ഇതാണ്. ഈ പരമ്പരകളെ സ്മരിക്കാനുള്ള അവസരമാണ് ബലിതർപ്പണം. മനുഷ്യരൂപത്തിൽ ജന്മം തന്നവരോടോ നന്ദി പറച്ചിലാണിത്. ഒരു മനുഷ്യജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായി ജലതർപ്പണത്തെ വ്യാഖ്യാനിക്കപ്പെടുന്നു. ജ്യോതിശാസ്ത്രപ്രകാരം കർത്തവാവ് ദിവസങ്ങളാണ് പിതൃക്കൾക്ക് നൽകിയിരിക്കുന്നത്. കർക്കിടക മാസത്തിലെ കർത്തവാവിൽ ചന്ദ്രൻ സ്വക്ഷേത്രമായ കർക്കിടക രാശിയിലെത്തും. സൂര്യനും അതേ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ചന്ദ്രമണ്ഡപത്തിൽ നിൽക്കുന്ന പിതൃക്കൾ സ്വന്തം സന്തതി പരമ്പരകളെ വീക്ഷിക്കുന്നു എന്നതാണ് വിശ്വാസം. ഭാരതീയർ ഇന്ന് അനുഷ്ഠിക്കുന്ന പിതൃ കർമ്മങ്ങളെല്ലാം വിശദീകരിക്കുന്നത് വൈദിക ഗ്രന്ഥമായ കൽപ്പശാസ്ത്രത്തിലെ പിതൃസൂക്തത്തിലാണ്. ആർക്കും അനുഷ്ഠിക്കാവുന്ന കർമ്മങ്ങളാണ് പിതൃസൂക്തത്തിലുള്ളത്. പും എന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവൻ അഥവാ രക്ഷിക്കുന്നവനാണ് പുത്രൻ എന്നാണ് വിവക്ഷ. കഷ്ടപ്പാടുകൾ സഹിച്ച് നമ്മെ വളർത്തിയ മാതാപിതാക്കളെ അവരുടെ അന്തിമഘട്ടത്തിൽ മരണം വരെയും സ്നേഹിക്കുമ്പോഴും സഹായിക്കുമ്പോഴും മാത്രമാണ് മകൻ അല്ലെങ്കിൽ മകൾ പുത്രൻ അല്ലെങ്കിൽ പുത്രിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അന്തരിച്ചു പോയവർ കാണുന്നുണ്ടോ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. പൂർണ്ണ മനസ്സോടെ പിതൃക്കളുടെ അനുഗ്രഹത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നതാണ് പ്രാധാന്യം. ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഒരു വ്രതം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.